ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്നാന്ന് അറിയോ? ഇത് ചട്ടിക്കകത്ത് കിടപ്പുണ്ട്. ഇതിന് മുരശ് എന്നാണ് നമ്മളെയൊക്കെ നാട്ടിൽ പറയുന്നത്. ഓരോ സ്ഥലത്തും ഓരോ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഒന്ന് വെട്ടി വൃത്തിയാക്കിക്കൊണ്ട് എങ്ങനെയാണ് ആ കറി വെക്കുന്നതെന്ന് നോക്കാം. ഒരു അരമുക്കാൽ പാത്രം തേങ്ങാപ്പീര് ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. 8 കൊച്ചുള്ളി, 1 ടീസ്പൂൺ അളവിൽ പച്ചമല്ലി, കുറച്ച് മുളക് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തിട്ട് കുതിരാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇതൊരു എരിവില്ലാത്ത ഒരു 5 എണ്ണവും എരിവുള്ള 3 എണ്ണവും ഉണ്ട്. മഞ്ഞൾപ്പൊടി കുഴമ്പ് പോലെ ഒന്ന് അരച്ചെടുത്തോണ്ട് വേണം. നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി അങ്ങോട്ട് വെക്കും. ഇതേപോലെ ഒരു 1/4 കപ്പ് വെള്ളം ഈ ചട്ടിക്കകത്ത് ഒഴിച്ചു കൊടുക്കുക. ഒരു 3 കുടംപുളി, ആ കുടംപുളി ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. 1 ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എരിവിന് ആവശ്യമുള്ള ഒരു 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നു, ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഇതിൻ്റെ അകത്തോട്ടില്ല. ഇതൊന്ന് അടച്ചു കൊടുക്കും. ഇപ്പോൾ നല്ലപോലെ തിളയായിട്ടുണ്ട്. നമുക്കിനി അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഒരല്പം വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് ജാറിൻ്റെ അകത്തുള്ള ആ അരപ്പൂടെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ആ അരപ്പൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരശ് അതങ്ങോട്ട് പിറക്കി അങ്ങോട്ടില്ല. ഒരു 2-3 തണ്ട് കറിവേപ്പില, ഒരു 3-4 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിരിക്കട്ടെ. ആഹാ, നല്ല അടിപൊളി കൊതിപ്പിക്കുന്ന ഒരു മണമാണ്. 2 മിനിറ്റ് കൂടെ ചെറിയ തീയിലിരിക്കട്ടെ. ടോട്ടൽ ഏകദേശം ഒരു 5-6 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഇതേപോലുള്ള കറികൾക്ക് ഒരല്പം താളിച്ചൊഴിച്ചാൽ നല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ തട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു നുള്ള ഉലുവ, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. ഒന്ന് ചെയ്തു നോക്കേ.